വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ കായ്ച്ചുകൊണ്ടിരിക്കും. ഇംഗ്ലീഷ് കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഇറ്റ് ഇസ് നോട്ട് ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും അവൻ വറി ചെയ്യത്തില്ല. വറി ചെയ്യത്തില്ല എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ വിൽ ജസ്റ്റ് റീഡ് ദാറ്റ് പാസേജ്. മലയാളം പാസേജ് ചില ഭാഗങ്ങളിൽ ഉള്ള പ്രോബ്ലം ഉണ്ട്. See, verse 8, he is like a tree planted in the water that sends out its roots by the stream, and it does not fear when heat comes, for its leaves remain green, and it is not anxious in the year of drought, and it does not cease to bear fruit. മൂന്ന് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, അത് പേടിക്കത്തില്ല. രണ്ട്, അത് വറി ചെയ്യത്തില്ല. ഇനി ഉഷ്ണം വരുന്നോ അല്ലെങ്കിൽ കാറ്റ് വരുന്നോ, it doesn't fear, it does not fear, and it is not anxious, and it does not cease to bear fruit. അത് ഫലം കായ്ക്കുകയും ചെയ്യും. അത് ഫലം കായ്ക്കാതിരിക്കത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? He is not depending upon himself, he is depending upon God. അതിന്റെ താഴത്തെ 9-ാം വാക്യം പറയുമ്പോഴത്തേക്ക് ഹൃദയം എല്ലാത്തിനേക്കാളും കപടമുള്ളത്, കപടവും വിഷവും ഉള്ളത്, അല്ലെ? വിഷമവും ഉള്ളത് ഹൃദയം. No, you cannot depend upon that. Don't believe your heart. What all things your heart says, it will deceive you. It will deceive you, not others. ഹൃദയം ആരെ മാത്രമേ വഞ്ചിക്കത്തുള്ളൂ? എന്നെ തന്നെ വഞ്ചിക്കുന്നു. എന്റെ ഹൃദയം പറയുന്നതെന്നറിയാമോ? എന്റെ ഹൃദയം പറയുന്നോ അങ്ങനൊന്നുമില്ല. You can. But you know the fact is we cannot. That is a fact. നമുക്ക് കഴിയാത്ത കാര്യങ്ങളും കഴിയുമെന്ന് നമ്മളോട് നമ്മുടെ ഹൃദയം പറയും. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഹൃദയം നമ്മൾ പറയും. അപ്പോൾ ഒരിക്കലും അതിനകത്ത് ആശ്രയിച്ചു പോകരുത്. ദൈവത്തിന് പറയാൻ പറ്റുന്ന കാര്യം എന്നറിയാം. കർത്താവേ, എനിക്ക് സ്വന്തം ശക്തിയിൽ ഇത് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ യഹോവയെ അനുസരിച്ച് അവന്റെ കൽപ്പനകൾ നടക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവനെ നമ്മളതിനകത്ത് പരാജയപ്പെടുമ്പോൾ കർത്താവ് പറയുന്നതെന്നറിയാമോ? കർത്താവ് പറയുന്നത് ഡോണ്ട് ഫിയർ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. യെശയ്യാവിന്റെ പ്രവചനം 44-ാം അധ്യായത്തില്, യെശയ്യാവിന്റെ പ്രവചനം 44-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്ന് നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തെരഞ്ഞെടുത്ത യെശൂരൂനെ, നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിർത്തിയ നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിന്മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹങ്ങളും പകരും. എന്നതിന്റെ 6-ാം വാക്യത്തിൽ, ഇസ്രായേലിന്റെ രാജാവായ യഹോവ എന്ന വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. 5-ാം വാക്യത്തിൽ, ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും, വേറൊരുത്തൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും, വേറൊരുത്തൻ അവന്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേർ എടുക്കും. ഇവിടെ നോക്കുക, ഇവിടെ കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന ചില ഉദ്ധരണികൾ. 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നെ ഉരുവാക്കിയവനാണ്, ഞാൻ നിന്നെ നിർമ്മിച്ചവനാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തവനാണ്. 6-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നെ വീണ്ടെടുത്തവനാണ്, ഞാൻ നിന്റെ രാജാവാണ്. ഇനി എന്താ പറയാനുള്ളത്? That he created you, he made you, he formed you, and he has chosen you, and he redeemed you, and he is your king. എന്നിട്ട് കർത്താവ് പറയുന്നറിയാം, ഇതാ ഞാൻ രാജാവായിട്ട് വരുന്നു. എന്തിനാണ്? എന്റെ ഇഷ്ടം നിർവഹിക്കാൻ ഞാൻ രാജാവായിട്ട് വരുന്നു. മെസ്സിയാനിക് കിങ് വരികയാണ്. രാജാവ് വരുന്നത് എന്തിനാണ്? രാജാവ് എപ്പോഴും വരുന്നത് രാജാവിന്റെ ഇഷ്ടം നിർവഹിക്കാനാണ്. അപ്പൊ രാജാവിന്റെ ഇഷ്ടം നിർവഹിക്കാൻ രാജാവായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ പകുതി ജീവൻ പോയി കാണും. കാര്യം ഇവൻ പറയുന്നത് എന്താണ്? I'm sorry, I cannot obey your commandments. I cannot live a life worthy of serving you. I cannot serve you because I'm a person with no ability to serve you. കർത്താവ് നിന്നെ സേവിക്കാനുള്ള കഴിവൊന്നും എനിക്ക് ഇല്ല, എനിക്ക് ശക്തി ഇല്ലാത്തവനാണ്, എനിക്ക് നിന്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള ശക്തിയൊന്നുമില്ല. പെട്ടെന്ന് ഇവൻ പറയുക ഉടനെ കർത്താവ് എന്താ പറയുന്നത്? ഭയപ്പെടണ്ട. എന്തുകൊണ്ട് ഭയപ്പെടണ്ട? എന്റെ കൽപ്പനകൾ അനുസരിക്കാൻ നിനക്ക് കഴിയുമെന്ന് നീ പേടിക്കണ്ട. രാജാവായിട്ട് വരുന്നെന്ന് പറയുമ്പോൾ പേടി മനസ്സിലാക്കണം. രാജാവായിട്ട് വരുന്ന പറയുമ്പോഴത്തേക്ക് ഒരു പേടിയാണ്. അവൻ പറഞ്ഞു, കർത്താവ് പറയാണ്, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. 3-ാം വാക്യത്തിൽ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. കർത്താവ് പറയാണ്, ഇറ്റ് ഇസ് ട്രൂ ദാറ്റ് യു ആർ എ വീക്ക് പേഴ്സൺ ആൻഡ് യു കനോട്ട് ഒബേ മൈ കമാൻഡ്മെന്റ്സ് ബൈ യുവർ ഓൺ സ്ട്രെങ്ത്, ബട്ട് ഡോണ്ട് ഫിയർ, ഐ എം ഗോയിങ് ടു ഡു സംതിങ്. അതാ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഐ എം ഗോയിങ് ടു pour out the Holy Spirit upon you. ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരുകയാണ്. അങ്ങനെ പകർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? യു വിൽ ബി ഏബിൾ ടു ഒബേ മൈ കമാൻഡ്മെന്റ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ കൽപ്പനകളെ അനുസരിക്കാൻ നമുക്ക് കഴിയും. അനുഗ്രഹം എന്ന് പറയുന്നത് അവിടെ ആത്മാവാണ്, ഇല്ലേ? അവിടെ പറയും, നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. രണ്ടും ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് സേസ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാ, നന്മ എന്ന് പറഞ്ഞാലും അതാ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം തരുമെന്നാ
നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്. പക്ഷേ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുമ്പോഴത്തേക്ക് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മാവാണ്. നന്മ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആത്മാവ് നിന്നെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുമെന്നാണ് ദൈവം അവിടെ വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഒരു റൈറ്റിയസ് കിങ്ങിനെ മാത്രമല്ല, ഓഫ്കോഴ്സ് ഗോഡ് ഈസ് പ്രോമിസിംഗ്. ഇപ്പൊ പ്രോഫറ്റ്സിന്റെ കാലത്ത്, പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ദൈവം ഓഫർ ചെയ്യുന്നത് എന്താണ്? ഒന്നാമത് എ റൈറ്റിയസ് കിങ്. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ പറയാണ്, ആ രാജാവ് നീതിയോടെ വാഴുന്ന സമയത്ത് നീതിയോടെ നിനക്കും വാഴാൻ കഴിയും, അല്ലെങ്കിൽ നിനക്കും ജീവിക്കാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും. 44 അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യാക്കോബേ ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലേ നീ എന്റെ ദാസനല്ലോ, ദാസൻ. റിമെമ്പർ, യു ആർ മൈ സെർവന്റ്. ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എന്റെ ദാസൻ തന്നെ. ഇസ്രായേലേ ഞാൻ നിന്നെ മറന്നു കളകയില്ല. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു കളയും. കർത്താവ് പറയാണ്, why I am sending my Holy Spirit upon you. I want to wash away all your sins, and I want to see that you are living a holy life. ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കുകയാണ്, നിന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി നിനക്ക് എന്റെ ദാസനായിട്ട് എന്നെ സേവിക്കാം. ഇവന്റെ പേടി അതായിരുന്നു. എന്താണ്? രാജാവായിട്ട് വരുമ്പോൾ ദാസനായിട്ട് സേവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ കർത്താവ് പറയാണ്, യെസ്, ദാറ്റ് വിൽ ഹാപ്പൻ. ആത്മാവ് വന്ന് എല്ലാത്തിനെയും വ്യത്യാസപ്പെടുത്തും. പ്രവാചക പുസ്തകങ്ങളിലെല്ലാം കാണുന്നതാണ് ആത്മാവ് വന്ന് വ്യത്യാസപ്പെടുത്തുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നത്. അവിടെ പറയുന്നത് the spirit will make you clean, steadfast and willing. അതിനെക്കുറിച്ച് 44 അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ കാണുന്നത്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരമതിരത്ത് നീരൊഴുക്കുകൾ ഞാൻ പകരും. നിന്റെ സന്തതികൾ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന് വേണ്ടി അനുഗ്രഹത്തെയും പകരും. അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾ കരികയുള്ള അലരികൾ പോലെ മുളച്ചു വരും. ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും. ഒരുത്തൻ എന്നിട്ട് പറയാണ്, ഐ ബിലോങ് ടു ഗോഡ്, ഐ ആം ദ ലോർഡ്. ഞാൻ യഹോവയുടെ വകയാണ്. ഇതൊന്നും പറയാൻ നേരത്തെ പേടിയായിരുന്നു. കാര്യം ഇപ്പൊ എന്താണെന്നറിയാമോ? എന്നാൽ ആത്മാവിൽ കുളിച്ച് നിവരുന്ന ഒരുത്തൻ ലോകത്തോട് പ്രൊക്ലെയിം ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഐ ബിലോങ് ടു ദ ലോർഡ്, ഐ ആം മൈ ലോർഡ്, ഐ ആം ദ ലോർഡ്. ഇതിന് പറയാനുള്ള അവകാശവും ഇല്ലായിരുന്നു, ധൈര്യവും ഇല്ലായിരുന്നു, തന്റെ ഇടവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ പകരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ ബീയിങ്ങിൽ തന്നെ അവൻ ക്ലീൻ ആവുകയാണ്. അവന്റെ അന്തർഭാഗത്തിൽ തന്നെ അവൻ ക്ലീൻ ആവുക. അതുകൊണ്ട് അവൻ പറയുന്നത് ഐ ബിലോങ് ടു ദ ലോർഡ്. ഞാന് ഐ ആം ദ ലോർഡ് എന്നവന് തന്റെ അടുത്തോടെ പറയണമെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ദാറ്റ് മീൻസ് ഈസ് ക്ലീൻ. അവൻ പറയാണ്, മൈ ലോർഡ് ഹാസ് ക്ലീൻഡ് മീ ആൻഡ് ഇൻ മൈ ബീയിങ് ഐ ആം ക്ലെൻസ്ഡ്. എന്റെ അന്തരംഗത്തിൽ അവൻ എന്നെ ക്ലീൻ ആക്കി. എന്റെ അന്തരംഗത്തിൽ അവൻ എന്നെ ക്ലീൻ ആക്കി. ആരാ ക്ലീൻ ആക്കിയത്? ഇറ്റ് ഈസ് എ സ്പിരിറ്റ്. ഇറ്റ് ഈസ് എ സ്പിരിറ്റ്. എന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരുമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, ഒരുത്തൻ എന്താ പറയുന്നത്? ഒരുത്തൻ ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും. ഞാൻ യഹോവയ്ക്കുള്ളവൻ അവിടെ എഴുതിയിരിക്കുന്നത് ഐ ആം ദ ലോർഡ്. ഞാൻ കർത്താവിന്റെയാണ്. ഞാൻ 100% ആരുടെയാണ്? കർത്താവിന്റെയാണ്. പഴയ നിയമത്തിൽ ആർക്കും ഈ ഒരു തൻ്റെടമില്ലായിരുന്നു പറയാനായിട്ട്. കാര്യം എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഞാൻ പറയുന്നത്, ഞാൻ ഇന്നലെയൊക്കെ കർത്താവിന്റെ ആയിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് അത്രയും നല്ല ബോധ്യമില്ല, ഞാനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയേണ്ടത്. പക്ഷെ ഇവൻ പറയുന്നത് എന്നോ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ 22 വാക്യത്തിൽ, നമ്മൾ 22 വാക്യത്തിൽ വായിച്ചല്ലോ, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു കളഞ്ഞിരിക്കുന്നു. വാഷ്ഡ് ഔട്ട്. ദ സ്പിരിറ്റ് കെയിം ആൻഡ് ഇറ്റ് വാഷ്ഡ് അവേ every sins of mine, and in my inner being I am cleansed, and I can say to the world that I belong to my Lord. ഞാൻ എന്റെ കർത്താവിന്റെയാണ്, ഐ ആം ദ ലോർഡ് എന്ന് പറയാനുള്ള തന്റെ ഇടം അവനുണ്ടാവുകയാണ്. രണ്ടാമത്തെ നീ എന്നറിയാമോ? അവന്റെ കയ്യേൽ അവൻ എഴുതി, ഞാൻ ദൈവത്തിന്റെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കാണിക്കുന്ന എപ്പോഴും അവന്റെ വർക്ക്സ് ആണ്, ദ വർക്ക്സ് ഓഫ് ഹിസ് ഹാൻഡ്, പ്രവൃത്തികളാണ്. അവൻ പറഞ്ഞു, വാട്ട് ഓൾ തിങ്സ് ഐ ഡു, അത് കർത്താവിന്റെയാണ്. കണ്ടോ തന്റെ ഇടം? കണ്ടോ ഈ തന്റെ ഇടം എവിടുന്ന ഉണ്ടാകുന്നത്? ആത്മാവ് വന്നവനെ കുളിപ്പിച്ചു കഴിയുമ്പോഴാണ്. ആത്മാവ് വന്ന് കുളിപ്പിച്ചു കഴിയും. മറ്റൊരു പറയാണ്, മൈ നെയിം ഇസ് ഇസ്രായേൽ. ഞാൻ ഇസ്രായേലാണ്. എന്താണ്? എന്റെ പ്രവൃത്തികൾ ഞാൻ ദൈവത്തിന്റെ റെപ്രസെന്റ് ചെയ്ത, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ പ്രഭുവാണ്, അല്ലെ? ഈസ് അംബാസിഡർ ഫോർ ഗാഡ്. ദൈവത്തിന്റെ പ്രഭുവായിട്ട് അവൻ ലോകത്തെ ഫേസ് ചെയ്ത് പറയാണ്, ഐ എം ഇസ്രായേൽ, ഐ എം ഹിയർ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് മൈ ഗാഡ്. ഞാൻ ദൈവത്തിന്റെ ആത്മാവിലാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ചുള്ള ഒരു പാസേജ് ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ. 32 അധ്യായം യെശയ്യാവിന്റേത് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 13 മുതലുള്ള ആദ്യത്തെ ഭാഗങ്ങളിൽ 13-14 വാക്യങ്ങൾ ആത്മാവിന്റെ വരവിന് മുമ്പുള്ള അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. എന്റെ ജനത്തിന്റെ ദേശത്ത് ഉല്ലസിത നഗരങ്ങളിലെ സകല
സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. അരമന ഉപേക്ഷിക്കപ്പെടും. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. കുന്നും കാവൽമാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കും. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സ്റ്റേജാണ്. കാട്ടുകഴുതകൾ കയറി ഇറങ്ങി നടക്കുന്ന നിരാശാജനകമായ സ്റ്റേജാണ്. എന്നാൽ 15-ാം വാക്യത്തില് ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഉയരത്തിൽ നിന്ന് വരുന്നത് വരെ ഉള്ളൂ. When the spirit from on high comes, everything will be changed. പിന്നെ എല്ലാം വ്യത്യാസമാവുകയാണ്. 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ വരവിന് മുമ്പുള്ള അവസ്ഥ 15-ാമത്തെ വാക്യത്തിൽ ഉയരത്തുന്ന ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ഒറ്റയടിക്ക് എല്ലാം വ്യത്യാസപ്പെടുന്ന അടുത്തതായിട്ട് കാണുന്നത് 15-ാം വാക്യത്തിന്റെ പകുതി മുതൽ വായിക്കുമ്പോൾ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി തീരും. നോക്ക്, ഒരു പ്രോസസ് നോക്കിയേ. മരുഭൂമിയിൽ പെട്ടെന്ന് ഒരു ഗാർഡൻ ഉണ്ടാകുകയാണ്. ഗാർഡൻ ബിക്കംസ് എ ഫോറസ്റ്റ്. ഫോറസ്റ്റ് പറഞ്ഞാൽ കാട് കയറി കിടക്കാന്നുള്ള അർത്ഥത്തിലല്ല, അതങ്ങ് വ്യാപിക്കുകയാണ്. All on a sudden, when the spirit of the Lord is coming upon you, you know what happens? You become a garden, and suddenly അത് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, and you grow and grow and grow, and that spreads to a bigger area, and that becomes a forest. ഒരു വനമായി തീരുകയാണ്. ഉദ്യാനം വനമായി തീരും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ കുളിപ്പിക്കപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനാൽ നാം കഴുകപ്പെടുമ്പോൾ എന്താണ്? കാട്ടുകഴുതകൾ മേഞ്ഞു നടക്കുന്നത് ഇപ്പോൾ എന്തായിട്ടിരിക്കുകയാണ്? ഇറ്റ് ബിക്കംസ് എ ഗാർഡൻ. ഹല്ലേലൂയ. എന്നാൽ അത് തന്നെയല്ല അവിടെ പറയുന്നതെന്നറിയാമോ? 16-ാം വാക്യത്തിൽ മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. ആത്മാവിനെ നമ്മുടെ മേൽ തരുന്നത് നമ്മളെ മനോഹരമാക്കാൻ വേണ്ടി മാത്രമല്ല. എന്തിലൂടെയാണ് ആത്മാവിനെ പകരുന്നത്? മരുഭൂമി ഉദ്യാനമാക്കാൻ മാത്രമല്ല, നീതിയും ന്യായവും പുനഃസ്ഥാപിക്കാനാണ്. നീതിയും ന്യായവും പുനഃസ്ഥാപിക്കാൻ. പ്രവാചകൻ പറയുന്നത്, ഇന്ന് നാം നീതിയിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ പരാജയപ്പെട്ടുവെങ്കിൽ, നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ദ പ്രോബ്ലം വിത്ത് ഓൾഡ് ടെസ്റ്റമെന്റ് സെയിൻസ്, they failed to obey the commandments of the Lord, and everyone was little confused. അവർ ചോദിക്കുന്നത്, രാജാവ് നീതിയോടെ വാഴാനായിട്ട് വന്നേക്കും, പക്ഷെ നമുക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റുമോ? എന്നാൽ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ നാം നീതി പ്രവർത്തിക്കാൻ പ്രാപ്തരായി തീരുമെന്നാണ് പറയുന്നത്. നീതി പ്രവർത്തിക്കാൻ പ്രാപ്തരായി തീരും. 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും. അതാണ് അത്ര ക്ലിയർ അല്ല. ദി എഫക്ട് ഓഫ് റൈറ്റ്യസ്നെസ് ഇസ് പീസ്. ദി എഫക്ട് ഓഫ് റൈറ്റ്യസ്നെസ് ഇസ് പീസ്. നീതിയുടെ ഫലം അല്ലെങ്കിൽ നീതി കൊണ്ടുണ്ടാകുന്ന ഗുണം, അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പീസ്. When you become righteous, and you cannot become righteous by your ability, and the Holy Spirit help you to become righteous, and you are able to do all the things that is written in the Bible by the power of the Holy Spirit, and you know what happens? Peace. അന്നേരം സമാധാനം ഉണ്ടാകും. We don't have peace. You know why? നീതി ഇല്ലാതെ സമാധാനം ഉണ്ടാകും. എന്തുകൊണ്ടാണ് സമാധാനം ഇല്ലാത്ത? നമുക്ക് peace എന്ന് പറയുമ്പോഴത്തേക്ക് I have written 4 different kind of peace with God, first of all, and peace of God. These are different. There is a difference between these things. Peace with God and peace of God. ദൈവവുമായിട്ട് സമാധാനമുണ്ട്. റോമാലേഖനം 5-ാം നമ്മൾ കാണുന്നതാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. We have peace with God. ആ സമാധാനം ഇല്ലാതെ പീസ് ഓഫ് ഗോഡ് ഉണ്ടാകത്തില്ല. നമ്മൾ പലപ്പോഴും പ്രൊജക്ട് ചെയ്യുന്നതിനെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആരാധിച്ച് വിടുതൽ പ്രാപിച്ച് നമുക്ക് എന്താ ഉണ്ടാകുന്നത്? നമുക്ക് സമാധാനം ഉണ്ടാകുന്ന പറയുന്നത്. അങ്ങനെയുള്ള സമാധാനം നിലനിൽക്കുന്ന സമാധാനമൊന്നുമല്ല. സമാധാനം ഉണ്ടാകുന്ന ആദ്യം എന്ത് വേണം? നീതി ഉണ്ടാകണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നീതിയില്ലാത്ത സമാധാനം നിലനിൽക്കുന്ന സമാധാനമൊന്നുമല്ല. അത് ഈ ഉറക്കഗുളിക കഴിച്ചാൽ കിട്ടുന്ന സമാധാനമൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഇതങ്ങ് പോകും. അത്രേ ഉള്ളൂ. ഇല്ല, നമ്മളത് അനുഭവിക്കുന്ന കാര്യമാണ്. കുറച്ചു നേരത്തേക്ക് ഒരു സെറേഷന് പോലെ എന്താണ്, വി ജസ്റ്റ് എക്സ്പീരിയൻസ് സം കൈൻഡ് ഓഫ് സ്പിരിച്വൽ ഒരു ഇതിനകത്ത് നമ്മൾ പോകുന്നു. ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻസ്? വി ലൂസ് ഓൾ അവർ ഹോപ്പ്, പീസ്, എവറിഥിങ്. പക്ഷെ നീതി ഉണ്ടെങ്കിൽ എന്താണ്? ആ സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ്. പീസ് വിത്ത് ഗോഡ്, പീസ് ഓഫ് ഗോഡ്, പീസ് വിത്ത് മെൻ ആൻഡ് പീസ് വിത്ത് നേച്ചർ. ഇതെല്ലാം സംഭവിക്കുകയാണ്. ദി എഫക്ട് ഓഫ് റൈറ്റ്യസ്നെസ് ഈസ് പീസ്. നീതിയുടെ ഫലം സമാധാനം, അല്ലെങ്കിൽ നീതിയുടെ എഫക്ട് സമാധാനം. എന്തുകൊണ്ട് സമാധാനമില്ലാത്തത്? നീതിയില്ലാത്തതുകൊണ്ട്. നീതിയും സമാധാനവും ഒരുമിച്ചാണ് എപ്പോഴും പോകുന്നത്. എന്തുകൊണ്ട്